ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടർ അക്ഷയ് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ നിന്ന് പുറത്ത് പോകണം, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്, ഞാൻ എന്നാൽ പിന്നെ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂവി ലൊക്കേഷൻ തപ്പി നടക്കുമായിരുന്നു. അവിടെ നമ്മൾ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന് പറയുന്ന ജയറാം സിനിമയുടെ നമ്മുടെ മുത്താരംകുന്ന് PO, പിന്നീട് കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ, അങ്ങനത്തെ സിനിമകളൊക്കെ എടുത്ത ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ ഒരു നല്ലൊരു എന്തോ ഒരു വല്ലാത്ത ഫീലാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കണ്ട ആ ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം ചെയ്യും. അതിൽ ആ ഒരു അമ്പലമുണ്ട്, പിന്നീട് അവിടെ ഒരു മരമുണ്ട്. നമ്മളൊക്കെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളിലൂടെ കവർ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നട്ടുച്ച വെയിലാണെങ്കിൽ പിള്ളേരൊക്കെ ഒന്ന് കളിക്കുന്നുണ്ട്. പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച്, അതായത് ഒരു സിനിമയുടെ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് പോകാനുള്ള അക്ഷയുടെ ഒരു ഐഡിയ, അല്ലെങ്കിൽ അങ്ങനെ പോയി കണ്ട് ആ ഒരു സ്ഥലങ്ങളെ നമ്മളിപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. വന്നിരിക്കുന്നത് നമ്മുടെ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ, പിന്നെ മുത്താരംകുന്ന് PO എന്ന് പറയുന്ന ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലാണ്. ആളുകൾ മാറിയിട്ടുണ്ടെങ്കിലും 90കളിൽ എങ്ങനെയായിരുന്നു ആ സിനിമ ചിത്രീകരിച്ചപ്പോൾ ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതേ കണക്കാണ് ഇപ്പോഴത്തും ആ കടകളും സ്ഥലങ്ങളും എല്ലാം ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഒരു നിങ്ങൾക്കിത് അല്ലെങ്കിൽ ചിലപ്പം കാണുന്നവർക്ക് ഒരു നാട്ടിൻപുറത്തെ അമ്പലമോ അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ട് അല്ലെങ്കിൽ കടകളോ ഒക്കെ ആയിട്ട് തോന്നി വെക്കാം. പക്ഷെ അത് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ഞങ്ങളത് കാണുന്നത് നമ്മൾ കണ്ട് അല്ലെങ്കിൽ ഒരുപാട് നാൾക്ക് മുന്നേ കണ്ട പഴയ സിനിമകളൊക്കെ ആയാലും ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ പോയി നിൽക്കുമ്പം അവിടുത്തെ ആളുകളും ഇപ്പോൾ പഴയ സിനിമകളിൽ അല്ലെങ്കിൽ അന്നത്തെ സിനിമകളിൽ ജഗതി ചേട്ടൻ വരുന്ന വഴി നെടുമുടിയായാലും പപ്പു ആയാലും അവരൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച ആ ഒരു സ്ഥലം, അതൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുമ്പം ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഫീൽഡിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ. ഇതേപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇനിയും പോകണമെന്നുണ്ട്, പ്ലാനുണ്ട്, സെറ്റാക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൊരു ഒബ്സഷനാണ് ഈ അമ്പലം, ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് ഈ പഴയ ടൈപ്പ് കോളാമ്പി ഇതൊക്കെ ആ ഒരു അമ്പലത്തിലെ പാട്ടൊക്കെ ഇങ്ങനെ കേട്ട് വൈകുന്നേരം സന്ധ്യ സമയത്തൊക്കെ അതൊരു വല്ലാത്ത ഫീൽ ചെയ്യുന്നല്ലേ. അമ്പലവും ആ ഒരു ഗ്രാമവും കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഇവിടുന്ന് താഴേക്ക് പോകുന്ന സമയത്താണ് ആ ഒരു ചെറിയ കടകളും ഒക്കെ ഉള്ളത്, ആ സിനിമകളിൽ ഷൂട്ട് ചെയ്ത ഒക്കെ ആയിട്ടുള്ള. പണ്ട് ഞാനും ഈ അക്ഷയും കൂടെ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിലേക്ക്, അതായത് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന കൊട്ടാരക്കര കേട്ടോ, കൊട്ടാരക്കര മേലില എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അഞ്ചല്, കൊട്ടാരക്കര ഇതൊക്കെ ഞങ്ങളുടെ മെയിൻ സ്ഥലങ്ങളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടിക്കറ്റ് എടുത്ത് കയറേണ്ട പല എക്കോ ടൂറിസം സ്ഥലങ്ങളും ഞങ്ങൾ ആ സമയത്ത്, അതായത് അവിടെ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നതിന് മുന്നേ പോയിട്ടുണ്ട്. അത്
ഞങ്ങളൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ആളുകളും ബേളമൊക്കെ വരുന്നതിന് മുന്നേ പോയി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങുകയാണ്. എന്തായാലും പുതിയൊരു അനുഭവവും പുതിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ട്രാവൽ വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.